ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 5 മണി. വിളിക്കുന്നു. നമ്മള് പോവാ, ഇവിടെ പോവാ, സൺറൈസ് കാണാൻ പോവാ കന്യാകുമാരി. ആദ്യത്തെ ബ്രഷ് ചെയ്തിട്ടില്ല, ഇപ്പൊ ചെയ്യും. അതൊക്കെ രാവിലെ എൻ്റെ കുളിച്ചൊരുങ്ങിയൊക്കെ നിൽക്കുന്നത്, ഞാൻ മാത്രം എന്തോന്ന്. പക്ഷെ കുറേ പേര് നോക്കണ്ട. എളുപ്പം കാലമാണെങ്കിൽ ID കാർഡ് മസ്റ്റ്. അതാണ് കോളേജിലെ റൂൾസ്. കരിക്കുലം ഫോളോ ചെയ്തിരിക്കണം. നമ്മള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. നാളെ നമ്മൾ സൺറൈസ് കാണാൻ പോണത്. നമ്മൾ കന്യാകുമാരിയിലാണുള്ളത്. ഇന്ന് സൂര്യോദയം കാണാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ പ്രിൻസിപ്പൽ പറഞ്ഞത് ഇന്നത്തെ സൂര്യോദയം നാളത്തേക്ക് മാറ്റി വെച്ചത്. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. സമയമായില്ല, 6:28 വിളിക്കും. നേരം വെളുത്തു, പക്ഷെ 6:28 സൂര്യൻ ഉദിക്കും. 6:28 സൂര്യൻ ഉദിക്കും ഗായ്സ്. പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. നിന്ന് കുറെ ഇന്ത്യയിലത്തെ ഏറ്റവും മികച്ച ഒരു സൺറൈസാണ്. കുടിനീ ചായ, മസാല ടീ കുടിച്ചാലോ? പോണ വഴിയിൽ മയില് കണ്ട, എവിടെ അത്? ഇതിൽ കാണണില്ല. മയിൽ 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 വിളിക്കാനും അറിഞ്ഞൂടല്ലോ, മയിലിന്റെ ശബ്ദം അറിഞ്ഞൂടാ. നമ്മളിന്ന് രാവിലെ എൻ്റെ സൺറൈസ് കാണാൻ പോയത് വിവേകാനന്ദപുരത്തേക്കായിരുന്നു. വിവേകാനന്ദ കേന്ദ്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഏക്നാഥ് റാനഡെ എന്ന് പറയുന്ന ആളാണ്. പുള്ളിയുടെ ചിതാഭസ്മം വെച്ചേക്കുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ കേന്ദ്രം എന്ന് പറയുന്ന സ്കൂളും അങ്ങനെ ഒരുപാട് സാധനങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ കയറണമെങ്കിൽ പുറത്തേക്ക് പെർമിഷനൊക്കെ വേണം, വിത്ത് ID കാർഡ്. അതാണ് ഞാൻ രാവിലെ ഐഡൻറ്റി കാർഡൊക്കെ എടുത്തിട്ടത്. അപ്പം അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവർക്കും കയറി വരാൻ പറ്റുന്നൊരു സ്ഥലമല്ല. പക്ഷെ ഇതിനകത്ത് ഭയങ്കര അടിപൊളിയാണ്, സൂപ്പർ സ്ഥലമാണ്. നമ്മുടെ ക്യാമ്പിൻ്റെ ഇടയ്ക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഹിപ്നോട്ടിസം പരിപാടി. നമുക്കൊരു സെഷൻ ക്ലാസ്സിൽ മെൻ്റലിസ്റ്റ് വിനോദ് ശാന്തിവന സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നെ ഹിപ്നോട്ടിസ് ചെയ്തായിരുന്നു. പക്ഷെ വീഡിയോ ഒന്നുമില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, പറയാൻ വയ്യ. ഞാനൊന്നും അറിഞ്ഞില്ല എന്തൊക്കെയോ നടന്നു. ഇവിടെ ചുരിദാർ വെക്കാൻ പഠിച്ചാലോ? നമ്മളിനി അടുത്ത് യൂണിഫോം ഒക്കെ മാറ്റി ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഇനി എവിടെ പോണോ? നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ പോവേണം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ ബീച്ചിലാണ് പോകുന്നത്. ഗ്ലാസ് ബ്രിഡ്ജ്, വിവേകാനന്ദ പാറ, ബോട്ടിൽ പോവും. പിന്നെ അത് കഴിഞ്ഞ് ബീച്ചിൽ ചിലപ്പോൾ ഇറങ്ങിയാൽ ഇറങ്ങി, ഇല്ലെങ്കിൽ ഇല്ല, ഇറങ്ങുമായിരിക്കും. പിന്നെ അവിടെ കറങ്ങി നടക്കുക. പിന്നെ നമ്മളെ ഫുഡാണ് മെയിൻ ഫുഡ്. എനിക്കൊരു പാനിപൂരി വിൽക്കണ ഒരു ചേട്ടനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പം പരിചയപ്പെട്ട ഒരു ചേട്ടൻ. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് ആ ചേട്ടനെ കണ്ടുപിടിക്കണം. എനിക്ക് ഉറപ്പായിട്ട് ആ ചേട്ടനെ കണ്ടുപിടിക്കണം. ആ സ്ഥലത്ത് പോയി നോക്കണം എന്നൊക്കെ ഉണ്ട്. ഇന്നലെ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ആ ചേട്ടനെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോകണം. അങ്ങനെ കുറച്ച് പ്ലാൻസ് നോക്കാം. അപ്പോൾ ആ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദിത്യ ഈ കന്യാകുമാരിയിൽ തന്നെ വന്നത്. മാമനെ കാണാൻ വേണ്ടി തെറ്റിദ്ധരിക്കല്ലേ, മാമൻ, അത് മാമൻ, പാവം മാമൻ. പിന്നെ കുറച്ച് വേറെ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ട? അന്ന് തലയില് മറ്റേ റൗണ്ടിലെ തിളങ്ങണേ സാധനം, അവരൊക്കെ ഓർമ്മയുണ്ട്. സ്വന്തം ഇങ്ങനെ ആരെയും കണ്ടില്ല, അങ്ങനെയുള്ള ആരെയും. ആദിത്യ ഹിപ്നോട്ടൈസ് ചെയ്തു. ആദിത്യ വളരെ അങ്ങ് തളർന്നു വീണ. ഹിപ്നോട്ടൈസ് ചെയ്തപ്പോഴത്തേക്കും ആദിത്യക്ക് അവളെ തന്നെ അറിഞ്ഞൂടായിരുന്നത്. We are so excited because ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം.
കടലിന്റെ സ്റ്റേഷന്റെ ഇവിടെ സെറ്റല്ലേ വൈബല്ലേ. നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ കാണാമെന്ന് എനിക്കറിയത്തില്ല. ഈ കടലിന്റെ പകുതി വേറെ കളറും പകുതി വേറെ കളറുമാണ്. ഗൈസ് ഞങ്ങള് പാട്ട് പാടാൻ പോണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പരിചയപ്പെട്ട ആ പാനിപ്പൂരി ചേട്ടനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കണമെന്ന്, പക്ഷേ ഇല്ല. ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നു. എന്തോ പറഞ്ഞേ? ഇവരെന്തോ പറയുന്നു, എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മള് അന്ന് പരിചയപ്പെട്ട ചേട്ടൻ രാജസ്ഥാനി ചേട്ടനാണ്. അപ്പൊ ഈ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ആ ചേട്ടൻ അറിയാമോന്ന് ചോദിക്കുവായിരുന്നു. അത് അവൻ പോയി, ആ ചേട്ടൻ പോയി, ഇവിടെ പോയി. കരയെ മാത്രമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിചയപ്പെട്ട ഒരാളായിരുന്നേ. അപ്പം കണ്ടുപിടിക്കണം അല്ലെങ്കിൽ വീണ്ടും കാണണം എന്ന് തോന്നിയിട്ടില്ലേ, അതുണ്ടായിരുന്നു. നല്ല ട്രീറ്റ് ചെയ്യുമായിരുന്നു. നല്ല സ്വഭാവം. അതാണ് നിങ്ങൾ വിചാരിക്കുന്നത്, വേറെ ഒന്നുമല്ല. അവരിത് സത്യമായിട്ട് ആ ഒരു ഇതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, പുള്ളി പോയി. എന്നില്ല ചന്ദനക്കിണ്ണ മുങ്ങി പോയടാ. പക്ഷെ സെയിം ആണെന്ന് തോന്നണം, അറിയത്തില്ല. പുള്ളിയുടെ പാട്ടിന് പോയി. എവിടെയെങ്കിലും വെച്ച് കാണുമായിരിക്കും. ശരി എന്നാ, ബൈ. കടലിൽ നല്ല തിരക്കുണ്ട്, ബീച്ചിൽ നല്ല തിരക്കുണ്ട്. പക്ഷേ കടൽ അങ്ങോട്ട് സഹകരിക്കുന്നില്ല. അതായത് നല്ല തിരയാണ്, പോലീസ് അങ്ങോട്ട് ഇറക്കുന്നില്ല എന്നൊക്കെയാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ നമ്മള് ചായ കുടിക്കാൻ വന്നൊരു കടയില്ലേ, കോഫി, അന്ത കടയിൽ ഇതാ ഇപ്പൊ വന്നത്. ഇന്നലെ വന്ന കോഫി യെസ്, ഓർമ്മയുണ്ടോ? 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 ഞങ്ങള് പെണ്ണുങ്ങളതാ നമ്മ കോഫി കിടക്കുമാ, വലിയ കപ്പ് കോഫി കിടക്കുമാ? ഓക്കെ, അതേ കപ്പെങ്കിൽ അതേ കപ്പ്. കോഫി മട്ടും മതി, കോഫി മാത്രം മതി. ഗ്ലാസ് മട്ടും. തിരുവനന്തപുരം, കേരള. ബൈ.